ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ടീൻ വോൾഫിന്റെ 11ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നാണെങ്കിൽ ഡെറിക്കിനെയാണ് കാണിക്കുന്നത്. ഡെറിക്കിനെ ആകട്ടെ കെയ്റ്റ് ഇലക്ട്രിക് ഷോക്കൊക്കെ കൊടുത്ത് അവനെ അനങ്ങാത്ത രീതിയിലാണെങ്കിൽ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ കെയ്റ്റ് ആണെങ്കിൽ വന്ന് ഈ ആലീസിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, നീ ഇതിൻ്റെ പല്ലൊന്ന് നോക്കിക്കേ, ഇവനാണെങ്കിൽ സാധാരണ മനുഷ്യരെയല്ല, ഇവനൊരു ഊൾഫാണെന്ന് പറയുന്നു. ആൻറ്റി എന്താണ് പറയുന്നത്, എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ലെന്ന് ആലിസൺ പറയുമ്പോഴേക്കും ഇപ്പം കെയ്റ്റും ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നു. ഇവനൊരു ഊൾഫാണ്, ഇവനെ പോലെ തന്നെ ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ട്. ഒരാൾ ബീറ്റ, വേറൊന്ന് ആൽഫ. ഈ ബീറ്റയ്ക്ക് ശക്തി കുറവായിരിക്കും, എന്നാൽ ആൽഫ വളരെ ഡേഞ്ചർ ആയിരിക്കും. ഈ കൊലപാതകമൊക്കെ ചെയ്യുന്നത് ആൽഫ ആയിരിക്കും എന്ന് പറയുന്നു. ഇതേ സമയത്ത് ആലിസും ചോദിക്കുകയാണ്, ഇതെന്തിനാണ് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവളും പറയുന്നു, ഇത് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന കാര്യമാണ്, അതുമാത്രമല്ലാതെ നീ ആണെങ്കിൽ കുറച്ച് മെച്യൂർ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് പറയുന്നത്. രാത്രി സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ബാക്കി സമയത്ത് നീ ഒരു സാധാരണ ടീനേജ് ഗേൾ ആയിരിക്കും എന്ന് പറയുന്നു. അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അടുത്ത പ്ലാൻ ആ സെക്കൻഡ് ബീറ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ആലിസനെ കാണിക്കുവാണ്. ആലിസൺ കാർ വേഗത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് അവിടെ പോലീസാണെങ്കിൽ വരുവാണ്. പോലീസാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അച്ഛനിൻ്റെ അദ്ദേഹമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആലീസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പേടിച്ചാണെങ്കിൽ സംസാരിക്കുന്നു. ആലിസനും കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ പെട്ടെന്ന് കരയുവാണ്. ഇത് കണ്ടിട്ട് സ്റ്റേറ്റ് അച്ഛനും പറയുവാണ്, ശരി നീ ഇപ്പം വീട്ടിലേക്ക് പൊക്കോളം പറയുമ്പോഴേക്കും ഇല്ല സാർ, ഞാനാണെങ്കിൽ ഫൈൻ അടച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പം ഇയാളോട് നിർബന്ധിച്ചാണെങ്കിൽ ഫൈൻ ആണെങ്കിൽ മേടിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് ആലീസിനെ കാണിക്കുവാണ്. ആലീസിൻ്റെ കയ്യിൽ ഒരു ആരമുണ്ട്, അതാണെങ്കിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെറിക്കിൻ്റെ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിലാണ് ഇവളാണെങ്കിൽ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കോട്ടിനെ കാണിക്കുന്നു. സ്കോട്ട് ഇപ്പം കണ്ണ് തുറന്ന് എഴുന്നേക്കുവാണ്. ആ ക്ലിനിക്കിലാണുള്ളത്. അവിടെയാണെങ്കിൽ ആ ഡോക്ടറും വരുന്നു. നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ആരോ വന്നതുപോലെ ഇവർക്ക് ഫീൽ ആകുവാണ്. ശരി ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഈ ഡോക്ടറും വെളിയിലേക്ക് വരുന്നു. അവിടെ പീറ്ററാണ് വന്നിരിക്കുന്നത്. സാർ ഷോപ്പ് ക്ലോസ് ആണ്, പിന്നെ ഒരു ദിവസം വരാൻ പറയുന്നു. ഇത് കേട്ടിട്ട് പീറ്ററും പറയുവാണ്, ശരി അകത്ത് എനിക്ക് വേണ്ട ഒരാളുണ്ട്, അവനെ എനിക്ക് ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അകത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്നു. ഇപ്പം ഇയാളും പറയുന്നു പറ്റത്തില്ലെന്ന്, അവനെ ഞാൻ കാണാതെ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് പീറ്ററും ഈ ഡോക്ടറിൻ്റെ അടുത്തേക്കാണെങ്കിൽ വരുവാണ്. ഈ സമയത്താകട്ടെ നമ്മുടെ പീറ്ററും ആണെങ്കിൽ ഈ ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇയാളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊരു പഴയ മാജിക്കാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോക്ടർ ആകട്ടെ പീറ്റർ അകത്ത് വരാതിരിക്കാൻ വേണ്ടി ഒരു മാജിക് ട്രിക്ക് ചെയ്തിരിക്കുന്നു. ശരി ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് അവിടെയുള്ള കസേര എടുത്ത് ഇവൻ്റെ ദേഹത്തേക്ക് ഇടുന്നു. ഈ ഡോക്ടറിന് ഒന്നും സംഭവിക്കുന്നില്ല, കാരണം ഈ ഡോക്ടർ വളരെ പവർഫുൾ ആയിട്ട് ഒരാളാണ്. പീറ്ററിന് വേറെ വഴിയില്ലല്ലോ, അവിടെ നിന്നാണെങ്കിൽ പോകുന്നു. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് സ്കോട്ടും സ്റ്റെയിനെയാണ് കാണിക്കുന്നത്. സ്റ്റെയിൻ്റെ അടുത്ത് സ്കോട്ട് എല്ലാ കാര്യവും പറയുവാണ്. ഇപ്പം സ്കോട്ടിൻ്റെ ഫോൺ കാണുന്നില്ല, അത് തപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. സ്റ്റെയിനും പറയുന്നു, നീ എന്തിനാണ് ഈ ഡെറിക്കിൻ്റെ പുറകെ നടക്കുന്നത്, അവനായി അവൻ്റെ കുടുംബമായി, അത് മാത്രമല്ലാതെ ജാക്സനെ ആ ഡെറിക്ക് കൊല്ലാൻ വരെ നോക്കിയില്ലെന്ന് പറയുമ്പോഴേക്കും ഇല്ല അവ കൊല്ലാൻ നോക്കിയിട്ടില്ലെന്നാണെങ്കിൽ നമ്മുടെ സ്കോട്ട് പറയുന്നു. പീറ്റർ ഡെറിക്കിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കാണെങ്കിൽ ഡെറിക്കിനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. എന്നാൽ മാത്രമേ ഇവർക്ക് ആൽഫനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മുടെ സ്കോട്ടിൻ്റെ അമ്മേനെ കാണിക്കുന്നു. വളരെ വിഷമത്തോടെ നമ്മുടെ പീറ്ററിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ഡേറ്റ് ആണെങ്കിൽ മോശമായി പോയില്ലേ, അതിനെക്കുറിച്ചാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. സ്കോട്ടിൻ്റെ അമ്മ ആകട്ടെ വളരെ വിഷമത്തോടെ ആണെങ്കിൽ പീറ്ററിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. കെയ്റ്റ് നമ്മുടെ ഡെറിക്കിനെ വളരെ ടോർച്ചർ ചെയ്യുവാണ്. എന്നാലാണെങ്കിൽ ഇവനൊന്നും തന്നെയാണ് ഈ വിട്ട് പറയുന്നുമില്ല. ഇതേ സമയത്താണെങ്കിൽ കെയ്റ്റിന് ഇവൻ്റെ ജാക്കറ്റിനുള്ളിൽ നിന്ന് ഒരു ID കാർഡ് കിട്ടുവാണ്. ആ ID കാർഡിൻ്റെ ഒത്ത ഫോട്ടോയിൽ ഇവൻ ചിരിക്കുന്നേ ഇല്ല. നീ എന്താണ് ചിരിക്കാത്തത്, നമ്മളെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയങ്ങളൊക്കെ നീ മറന്നുവന്ന് ഇവനെ ദേഷ്യപ്പെടുപ്പിക്കാൻ വേണ്ടി തന്നെ ഇവൾ ചോദിക്കുവാണ്. എന്തെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പ്രേമിച്ചിരുന്നവരാണ്. ഇപ്പം ഡെറിക്കും പറയുന്നു അത് പ്രേമമല്ല ദ്രോഹമാണെന്ന് പറയുന്നു. ശരി നിന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ട് കാര്യമേ ഇല്ല, എനിക്ക് തന്നെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് കെയ്റ്റ് ആണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുവാണ്. ഇപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവനാണെങ്കിൽ വളരെ ദേഷ്യമാണെങ്കിൽ വരുന്നു. ഇതേ സമയത്താകട്ടെ കെയ്റ്റ് പറഞ്ഞിട്ട് ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി വേറൊരാളും ആണെങ്കിൽ അവിടെ വരുവാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതൊക്കെ കാണിച്ച് സീനാണെങ്കിൽ കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ആലീസിനെ കാണിക്കുവാണ്. ആലീസിനെ ഉറങ്ങുമ്പോൾ കാവൽ നിൽക്കുന്ന ആര് നമ്മുടെ സ്കോട്ട്. ഇപ്പോൾ അവനും ആണെങ്കിൽ ഉറങ്ങി താഴെ വീഴുന്നു. പിറ്റേ ദിവസം ട്രെയിനിങ് റൂമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ കോച്ചാണെങ്കിൽ ഒരു കാര്യം പറയുന്നു, നിനക്ക് മാർക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ പറയുന്നത് ടീമിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കാനാണ്. എന്നാൽ ഞാൻ പറഞ്ഞു എന്നെ കൊല്ലും
കൊല്ലുന്നതാണ് അതിനേക്കാളും ഭേദമെന്ന്. ആ സമയത്ത് സ്കോട്ട് ചോദിക്കുവാണ്, സാർ അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഫംഗ്ഷന് വരാൻ പറ്റുമോ എന്ന്. ഇല്ല മോനെ, നിനക്ക് വരാൻ പറ്റത്തില്ല. നീ ആണെങ്കിൽ വരുവാണെങ്കിൽ നിന്നെ തന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ സ്കോട്ടിനാണെങ്കിൽ ഇന്ന് നടക്കുന്ന ഫംഗ്ഷന് വരാൻ പറ്റാത്തത് കൊണ്ട് ആലീസിനെ എങ്ങനെ രക്ഷിക്കണം, അതിനുവേണ്ടി ജാക്സന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നു. ഇന്ന് നടക്കുന്ന ആ ഫംഗ്ഷന് നീ ആണെങ്കിൽ ആലീസിൻ്റെ കൂടെ പോകണമെന്ന് പറയുമ്പോഴേക്കും എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം ആ ഫൈറ്റ് നടന്ന സമയത്ത് ഇവൻ പേടിച്ചോടുകയാണ് ചെയ്തത്. ഞാൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടതെന്ന് ജാക്സൺ പറയുമ്പോൾ, ഇല്ല അങ്ങനെയല്ല നടന്നത്, എന്നെ ആണെങ്കിൽ അവർ ഷൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ പോയതെന്ന് പറയുന്നു. ആ ബുള്ളറ്റിൻ്റെ പാടെങ്കിലും കാണിക്കാൻ പറയുമ്പോഴേക്കും സ്കോട്ട് പറയുവാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം അത് ഹീല എന്ന് പറയുന്നു. ആലീസ് നമ്മുടെ ഫ്രണ്ട് അല്ലേ, അവളെ രക്ഷിക്കാൻ വേണ്ടി നീ ഇതെങ്കിലും ചെയ്യാനാണ് ഈ പറയുമ്പോഴേക്കും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ജാക്സൺ അവിടെ നിന്ന് പോകുവാണ്. ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്ന സ്കോട്ടെന്ന് ഇവിടെ സ്റ്റെയിൻ ചോദിക്കുമ്പോഴേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞ് ജാക്സന്റെ അടുത്തേക്ക് സ്കോട്ടാണെങ്കിൽ പോകുവാണ്. ഇപ്പോഴാണെങ്കിൽ ആ വോൾഫിന്റെ രൂപമായി മാറി നമ്മുടെ ജാക്സനെ നല്ലപോലെ തന്നെ ഇവൻ പേടിപ്പിക്കുവാണ്. ഇത് കണ്ടിട്ട് പേടിച്ചാണെങ്കിൽ ജാക്സൺ നേരെ ആലീസിന്റെ അടുത്ത് പോകുവാണ്. നമുക്ക് വേണമെങ്കിൽ ആ പാർട്ടിക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുന്നു. സ്റ്റെയിൻ ചോദിക്കുവാണ്, ഇവളിത് സമ്മതിക്കുമെന്ന് നിനക്ക് ഉറപ്പാണെന്ന് ചോദിക്കുന്നു. എന്തായാലും അവൾ സമ്മതിക്കും, കാരണമാണെങ്കിൽ ഞാൻ വരത്തില്ലെന്ന് അവൾക്കറിയാമെന്ന് പറയുന്നു. ശരി, നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ അവരെ അകത്തുനിന്ന് പ്രൊട്ടക്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ വെളിയിൽ നിന്ന് അവളെ നോക്കിക്കോളാമെന്ന് പറയുന്നു. ഇപ്പോൾ ഇതേ സമയത്താണെങ്കിൽ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആലീസനും ലിതിയയും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകുവാണ്. ഈ പാർട്ടിയിൽ കപ്പിൾസ് ആയിട്ടാണ് പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ലിതിയയ്ക്ക് ആരും തന്നെ ഇല്ല. ശരി, നിനക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെയിനെ കാണിച്ചു കൊടുക്കുന്നു. സ്റ്റെയിന് നമ്മുടെ ലിതിയനെ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് നീ അവൻ്റെ കൂടെ പോകാനാണെങ്കിൽ ആലീസൻ പറയുവാണ്. സ്റ്റെയിനും ലിതിയയും കൂടെ അവിടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവിടെ പീറ്റർ ആണെങ്കിൽ വരുവാണ്. പീറ്റർ വന്ന് നമ്മുടെ ആലീസിന്റെ അടുത്ത് നല്ലപോലെ ഒന്ന് ഈ ഡ്രസ്സ് നിനക്ക് നല്ലപോലെ ചേരുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ആലീസിന്റെ ആണെങ്കിലും വലിയ ആളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവളുടെ വണ്ടി റോങ് സൈഡിലാണ് പാർക്ക് ചെയ്തത്, അതുകൊണ്ടാണെങ്കിൽ ഇപ്പൊ മാറ്റണമെന്ന് പറയുന്നു. ആലീസനും ആണെങ്കിൽ ഇവളുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് മാറ്റാൻ വേണ്ടി അവിടുന്ന് പോകുവാണ്. ഇപ്പൊ ഇതേ സമയത്താണെങ്കിൽ പീറ്ററും ആണെങ്കിൽ മനസ്സിലാകുന്നു ഇതൊക്കെ നമ്മുടെ സ്കോട്ടിന്റെ പണിയാണെന്ന്. എനിക്കറിയാം എല്ലാം നിന്റെ പണിയാണെന്ന്, എന്നാൽ എത്ര നാള് എല്ലാവരെയും ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കുമെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് കേറ്റിനെ കാണിക്കുവാണ്. കേറ്റും പറയുവാണ്, ഇങ്ങനെയൊക്കെ ആകുമെന്ന് നീ ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല. ഒരു ഊൾഫായ നീ ആണെങ്കിൽ ഒരു ഊൾഫണ്ടറായി എന്നെ സ്നേഹിക്കുകയും അത് കാരണം നിന്റെ അനിയത്തി മരിക്കുന്നതും ഇതൊന്നും നീ ഒരിക്കലും ആണെങ്കിൽ കരുതി കാണത്തില്ല എന്ന് പറയുന്നു. ചരിത്രം അവസാനിച്ചാലും അത് വീണ്ടും ആണെങ്കിൽ തിരിഞ്ഞു വരുമെന്ന് പറയുന്നു. ഇപ്പോൾ ഇവളൊരു കാര്യം ആലോചിക്കുവാണ്, ജാക്സന്റെ പുറകിലൊരു പാടുണ്ട്, എന്നാൽ അവളല്ല ആലീസിനെ ആണെങ്കിൽ സ്നേഹിക്കുന്നത്, അപ്പോൾ വേറൊരാളാണ് ആലീസിനെ സ്നേഹിക്കുന്ന ആ വേറോൾഫ് എന്ന് പറയുന്നു. അതാ സ്കോട്ടാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്ത് സ്കോട്ടിനെ കാണിക്കുവാണ്. സ്കോട്ട് ആ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരു സൂട്ടൊക്കെ റെഡിയാക്കുന്നു. പാൻറ് മാത്രം കീറിപ്പോകുവാണ്. ഇപ്പോൾ ഇവൻ്റെ അമ്മയാകട്ടെ ആ പാൻറ് ആണെങ്കിൽ തയ്ക്കുന്നു. നീ ആരുടെ കൂടെയാടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ ആരാണ്, ആലിസൺ തന്നെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇവൻ്റെ അമ്മയും ചോദിക്കുവാണ്, ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിട്ട് നീ പോകുമായിരിക്കും എന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ, ഇല്ല അമ്മേ, ആലിസൺ അല്ലാതെ വേറെ ആരും എൻ്റെ ലൈഫിലേ ഇല്ലെന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ആലിസനെ കാണിക്കുമ്പോൾ ആകട്ടെ ആലീസനും ജാക്സനും കൂടെ അവിടെ വന്നിരിക്കുകയാണ്. ജാക്സന്റെ കയ്യിലൊരു മദ്യത്തിന്റെ കുപ്പിയുണ്ട്. നിനക്ക് വേണമെന്ന് ചോദിക്കുന്നു. എനിക്ക് വേണ്ട, ഞാനിത് കുടിക്കാറില്ലെന്ന് പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ ഇപ്പൊ ആലിസനും ആണെങ്കിൽ അവിടെ നോക്കുമ്പോഴേക്കും മേലത്തെ റൂഫിലൂടെ ആരോ ഓടുന്ന കാണുന്നു. വേറെ ആരാണ്, നമ്മുടെ സ്കോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരും കാണാതെ പാർട്ടി പങ്കെടുക്കാനാണ് അവനിവിടെ വന്നിരിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ അവിടെ സ്റ്റെയിനും ലിതിയും ആണെങ്കിൽ വരുവാണ്. ഇപ്പൊ ലിതിയനെ കണ്ടതും ജാക്സൺ പറയുന്നു, ഓ നീ ഇവന്റെ കൂടെയാണ് വന്നത്, എന്തായാലും ശരിയെന്ന് പറഞ്ഞ് ഇവളെ ഒന്ന് കളിയാക്കിയിട്ട് പോകുവാണ്. ഇത് കേട്ടത് ഇവൾക്ക് വളരെ വിഷമാകുന്നു, വളരെ ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റെയിൻ പറയുന്നു, ഈ ഡ്രസ്സ് നിന്നെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും ശരി നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോകുവാണ്. അകത്ത് പാർട്ടിയൊക്കെ തുടങ്ങുന്നു. എല്ലാവരും ആണെങ്കിൽ എൻജോയ് ചെയ്യുവാണ്. സ്കോട്ടും അകത്ത് ആരും കാണാതെ വന്നിരിക്കുന്നു. ആ കോച്ചോട് നിൽക്കുന്നുണ്ട്. ഈ കോച്ച് എങ്ങനെയും കണ്ടാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് ഇവനൊന്ന് പേടിച്ച് നിൽക്കുവാണ്. ഇതേ സമയത്ത് ആലിസൺ ആണെങ്കിൽ ജാക്സന്റെ അടുത്ത് ചോദിക്കുന്നത് നമുക്ക് ഡാൻസ് കളിച്ചാലോ എന്ന്. എന്നാൽ ജാക്സൺ അതിനോട് താല്പര്യവുമില്ല, എനിക്ക് വേണ്ടെന്ന് പറയുന്നു. ഇതേ സമയത്താണ് ആലീസിന്റെ അടുത്തേക്കാണെങ്കിൽ സ്കോട്ട് വരുന്നത്. ശരി നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജാക്സൺ ആകട്ടെ വെളിയിലേക്ക് വരുവാണ്. ഇവ മദ്യപിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഇവൻ എന്തൊക്കെയോ പോലെ തോന്നുവാണ്. അതേ സമയത്ത് കാട്ടിൽ നിന്ന് ഒരു വെളിച്ചമാണെങ്കിൽ ഇവരെ ഇങ്ങനെ നോക്കുന്ന പോലെ കാണുന്നു. ഇവിടെ സ്റ്റെയിനും ലിതിയും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ
ഇപ്പം ലിതിക്കും എന്തോ പോലെ തോന്നുന്നു. ശരി, ഞാൻ കുറച്ച് നേരം പുറത്താണെങ്കിൽ പോകട്ടെ, എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവളും പുറത്തേക്ക് വരുവാണ്. ആർഗറ്റ് അവൻ്റെ കൂട്ടുകാരികളുമായിട്ട് കാട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഇപ്പം ആർഗറ്റ് പറയുന്നു, എനിക്ക് വേണ്ടത് നീ ആണെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറയുന്നു. ഇപ്പം വേറെ വഴിയില്ലാതെ ജാക്സണും എല്ലാ കാര്യം പറയാൻ തുടങ്ങുവാണ്. ഇവിടെ സ്കോട്ടിനെയും ആലിസിനെയും കാണിക്കുവാണ്. ഇപ്പം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കോട്ടാണെങ്കിൽ ക്ഷമ ചോദിക്കുവാണ്. എന്നാൽ അതിന് ഇവളാകട്ടെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നു. അതുമാത്രമല്ലാതെ നമുക്ക് വെളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആണെങ്കിൽ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി പോകുവാണ്. ആർഗറ്റും ജാക്സനെ കൂട്ടിക്കൊണ്ട് അകത്തേക്കാണെങ്കിൽ വിടുന്നു. നീ ഇനിയാണെങ്കിൽ അകത്തേക്ക് പോകാൻ പറയുന്നു. ഈ സമയത്താണെങ്കിൽ സ്റ്റൈലാണെങ്കിൽ വളരെ പേടിച്ചിരിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ലിതിയനെ കാണുന്നില്ല. ലിതിയനെ നീ കണ്ടോ എന്ന് ജാക്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ കണ്ടില്ലെന്ന് പറയുന്നു. ഇവിടെ ലിതിയനെ കാണിക്കുന്നു. ലിതിയ വെളിയിലേക്ക് വന്നപ്പോഴേക്കും അവിടെയാണെങ്കിൽ വേറെ ആരോ ഉള്ളതുപോലെ ഇവൾക്ക് തോന്നുവാണ്. ആരെന്ന് നോക്കുമ്പോഴേക്കും ആദ്യം ജാക്സൺ ആണെന്ന് വിചാരിക്കുന്നു. എന്നാൽ ജാക്സൺ അല്ല, പീറ്ററാണ്. അപ്പോൾ തന്നെ സ്റ്റെയിനും അവിടെ എത്തുവാണ്. നീ അവൻ്റെ അടുത്ത് നിന്ന് മാറാനാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയുമ്പോഴേക്കും ഈ പീറ്റർ ആകട്ടെ ഇവളെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അവളുടെ കഴുത്തിൽ നിന്ന് കുറേ ബ്ലഡ് ആണെങ്കിൽ പോകുവാണ്. പ്ലീസ് അവളെ കൊല്ലല്ലേ, അവളെ വിട്ടേക്കറാണെങ്കിൽ ഈ അടുത്ത് നമ്മുടെ സ്റ്റെയിനാണെങ്കിൽ കെഞ്ചുവാണ്. എനിക്കറിയേണ്ടത് ആ ഡെറിക് എവിടെയാണെന്നാണ്. സത്യം പറഞ്ഞ് എനിക്കറിയത്തേ ഇല്ലെന്ന് പറയുന്നു. നിനക്കറിയാൻ പറയാൻ പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നു. ഡെറിക്കിനെ കാണാതെ പോയ ദിവസം തന്നെ നമ്മുടെ സ്കോട്ടിൻ്റെ ഫോണും ആണെങ്കിൽ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്കോട്ടിൻ്റെ ഫോണാണെങ്കിൽ അവരായിരിക്കും എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. GPS വഴി നമുക്ക് അവരെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. ഇവളെ വിടാനാണെങ്കിൽ സ്റ്റെയിൻ ദേഷ്യത്തോടെ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് സ്കോട്ടിനെയും ആലീസിനെയും കാണിക്കുന്നു. രണ്ടുപേരും പഴയതുപോലെ ഭയങ്കര സ്നേഹത്തിലാണ്. രണ്ടുപേരും കിസ്സൊക്കെ ചെയ്യുന്നു. ശരി, ഞാനാണെങ്കിൽ ആ സ്കൂൾ ബസ്സിൻ്റെ അകത്ത് കാണും, നീ വേഗം വരാൻ പറഞ്ഞ് ഇവളാണെങ്കിൽ ആ സ്കൂൾ ബസ്സിൻ്റെ അകത്ത് കയറി നിൽക്കുവാണ്. ഇവനുമാണെങ്കിൽ അകത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും ഒരു കാർ അവിടെ വന്ന് നിൽക്കുന്നു. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആർഗറ്റിൻ്റെ ആൾക്കാരാണ് ഉള്ളത്. അതേ സമയത്ത് ആർഗറ്റും അവിടെ വന്ന് നിൽക്കുവാണ്. ഇപ്പം നേരെയാണെങ്കിൽ നമ്മുടെ സ്കോട്ടിൻ്റെ നേരെയാണെങ്കിൽ കാറാണെങ്കിൽ ഓടിച്ചുകൊണ്ട് രണ്ടുപേരും വരുന്നു. ആലിസനും പേടിച്ചു പോകുവാണ്. ഇതേ സമയത്ത് സ്കോട്ടും ആകട്ടെ തൻ്റെ ഊൾഫിൻ്റെ പവർ എടുത്ത് ആ കാറിൻ്റെ മുകളിലാണെങ്കിൽ കയറി നിൽക്കുന്നു. ആലിസിനെ ഇപ്പോൾ ഒന്ന് നോക്കുവാണ്. ഇപ്പോഴാണ് ആലിസനാണെങ്കിൽ കാണുന്നത് അവൻ്റെ ചെന്നായുടെ രൂപം. ഇതോടുകൂടി 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ആരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ അവരിപ്പോഴും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കോൺ ഞെക്കിക്കുക. ടാറ്റാ ബൈ ബൈ ഗൈസ്.